എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴുമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് വൈകുന്നേരം ചായയുടെ ഒക്കെ കൂടി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എത്രത്തോളം ചെറുതായിട്ട് അരിയാമോ അത്രത്തോളം നല്ലതാണ്. ഞാനിപ്പോൾ ഇതൊരു ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു വലിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതോ അല്ലെങ്കിൽ ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, അതുപോലെ തന്നെ ബീൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു സവാളയും ക്യാരറ്റും മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ്. സാധാരണ വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഈ ഒരു തവി അളവിലാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അരിപ്പൊടി അളക്കാൻ ഉപയോഗിച്ച തവി ഏതാണോ ആ ഒരു സെയിം തവിക്ക് തന്നെ ഒരു 4 തവി ഇഡ്ലി മാവും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതായത് നമ്മൾ സാധാരണ അരി ഉഴുന്ന മാവില്ലേ, അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന മാവ് ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള മാവ് വേണം ഇതിലേക്ക് ഉപയോഗിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഈ ഒരു ഇഡ്ലി മാവിൽ ഒട്ടും തന്നെ പുളി ഉണ്ടാവാൻ പാടില്ല. അതായത് നമ്മൾ ദോശയ്ക്ക് ഇഡ്ലിക്കൊക്കെ അരച്ച് 1-2 ദിവസത്തിനുള്ളിലുള്ള മാവ് വേണം നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ലി മാവിൽ ഓൾറെഡി ഉപ്പുണ്ട്. നമ്മുടെ അരിപ്പൊടിക്കും അതുപോലെ തന്നെ പച്ചക്കറിക്കും ആവശ്യമായ ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു വടയ്ക്ക് നല്ലൊരു രുചിയും മണവും ഒക്കെ കിട്ടാനായിട്ട് ഒരു നുള്ളു കായപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒന്നും ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ബാറ്ററിന്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉഴുന്നുവടയ്ക്കൊക്കെ തയ്യാറാക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് ലൂസായിട്ട് തോന്നുവാണെന്ന് വരികിൽ 1-2 സ്പൂൺ അരിപ്പൊടിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കരുത്. 1-2 സ്പൂൺ അരിപ്പൊടി കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ആ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 4 തവി ഇഡ്ലി മാവിന് 1 തവി അരിപ്പൊടി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് വറുത്ത് കോരാൻ ആവശ്യമായ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണയെല്ലാം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ്. ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളിത് വറക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉള്ളൊന്നും വെന്തിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ കൈയൊന്നും മുക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാവിൽ നിന്നും കുറച്ച് മാവെടുത്ത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ചൂട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വലിപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ചെയ്തെടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. ഇനി ഇത് നല്ലപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു വടയുടെ പുറം ഭാഗം വന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ടും എന്നാൽ അതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ സൈഡായിട്ട് തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ പൊട്ടുകടല ചമ്മന്തിയോ മിൻറ്റ് ചട്നിയോ അതുപോലെ തന്നെ ടൊമാറ്റോ സോസോ എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ സൈഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊന്നും ഇല്ല എങ്കിൽ പോലും വെറുതെ കഴിക്കാനായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണിത്. അപ്പോൾ ഈ ഒരു പൊട്ടുകടല ചമ്മന്തിയുടെ ഒക്കെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. തേങ്ങയൊന്നും ചേർക്കാതെ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലോ മുകളിൽ കാർട്ടിലോ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ഒന്ന് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് വട ഇവിടെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ബാറ്ററി വെച്ചിട്ട് വട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ ഒന്ന് വരുവാണെന്ന് വരികിൽ ഇതുപോലെ ഇഡ്ലി മാവ് ഉണ്ടെന്ന് വരികിൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ
നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.